ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ഈ യുദ്ധത്തിലെ ആരാണ് യഥാർത്ഥ വില്ലൻ? ചിലർ പറയും അമേരിക്കയാണെന്ന്. എന്നാൽ മഹാഭൂരിപക്ഷം പേരും പറയുന്നതായ കാര്യം ഇസ്രയേലാണ് ഇതിലെ വില്ലനെന്നാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്രയേൽ ഇന്ന് എന്തായിരിക്കുന്നു? ഇന്നൊരു വില്ലനായിട്ട് മാറുകയാണെന്നുള്ളതാണ്. ഇസ്രയേലിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നതായ രാജ്യങ്ങൾ പോലും ഇസ്രയേലിനെതിരായിട്ട് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഇറ്റലിയും ഇസ്രയേലും തമ്മിൽ പ്രതിരോധ കരാറിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അവരവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിനൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്പെയിൻ അവർ ശക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇസ്രയേലിനെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയിൽ തന്നെ ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇസ്രയേലിനെതിരായിട്ട് സംസാരിക്കുന്നവർ ഈ ഭരണകൂടത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകമെമ്പാടും ഇസ്രയേലിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ്റെ റോളിലാണ്, അല്ലെങ്കിൽ ഒരു വില്ലനായിട്ടാണ് കാണുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മനുഷ്യരുടെ വിലയിരുത്തലുകൾ പലപ്പോഴും ഏകപക്ഷീയമായി പോകുന്നു. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് ഇറാൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇറാന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ന്യായം കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇറാന് ന്യായമുണ്ടെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എന്തിനാണ് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതായ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെതിരായിട്ടാണ്. ഇസ്രായേലിനെ കൊല്ലുക, ജൂതന്മാരെ കൊല്ലുക, അമേരിക്കയെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന ഒരു രാജ്യത്തിന് കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് അമേരിക്കയുണ്ട് ഇസ്രായേലിൻ്റെ കൂടെ ഇസ്രായേലിനെ സഹായിക്കാനായിട്ട്. എന്നാൽ ഒരു നാൾ ആരും സഹായിക്കാനില്ലാത്തതായ ഒരു ഇസ്രായേലിനെ നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഭാവിയിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് അവരുടെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ മാത്രമാവുന്നതായിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാര്യം ട്രംപ് പഠിപ്പിച്ചതായിരിക്കുന്ന ഈ പാഠം, ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയ ട്രംപ് ഏതാണ്ട് അകപ്പെട്ട മട്ടാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം കഴിച്ചിലാക്കി രക്ഷപ്പെടാനാണ് ട്രംപ് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരാരും ഈ നിലയിലൊരു അബദ്ധം കാണിക്കാനായിട്ട് തയ്യാറാകില്ല എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക പ്രതിസന്ധിയിലായി പോകും എന്നുള്ള ഭയവും, തൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ തൻ്റെ അധികാര കസേര തെറിച്ചു പോകുമെന്നുള്ള ഭയവും, അല്ലെങ്കിൽ അത് അമേരിക്കയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും തയ്യാറാകില്ല എന്നുള്ളതാണ്. ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റ് ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്.